വന്നു അല്ലേ? ഇതാണ് എന്റെ രഹസ്യ താവളം. ആർക്കും അറിയില്ല ഞാൻ ഇതിനകത്തുണ്ടെന്ന്. എങ്ങനെയുണ്ട് സെറ്റപ്പ്? കൊള്ളാമോ? ഞാനൊരു ഡോക്ടറാണ്. ഞാനൊരു രോഗിയാണ്. രോഗികളുടെ മുമ്പിൽ വെച്ച് രണ്ടുപേർ തോക്കുമായി വന്ന് പിടിച്ചു വലിച്ച് കാറിൽ കയറ്റി കൊണ്ടുപോരാന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എന്ത് ദ്രോഹം ചെയ്തു? എന്തിനിങ്ങനെ കൊല ചെയ്യുന്നു? എത്രയും പെട്ടെന്ന് എന്റെ രോഗം മാറ്റിയില്ലെങ്കിൽ ഞാനും കൊല്ലപ്പെടും. നിങ്ങൾ കൊല്ലപ്പെടുന്നത് നിങ്ങളുടെ പ്രവൃത്തി ദോഷം കൊണ്ടായിരിക്കും. അതിന് ഞാൻ എന്ത് പിഴച്ചു? ഞാൻ പറഞ്ഞ പ്രവൃത്തി ചെയ്യാതിരുന്നാലാവും താൻ കൊല്ലപ്പെടുക. 3 ദിവസത്തിനകം വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വാക്ക് പാലിച്ചില്ല. തോക്കെടുക്കുമ്പോ എന്റെ കൈ വിറയ്ക്കുന്നത് തന്റെ ഭാഗ്യം. പക്ഷേ ഞാനൊന്ന് മുരടനക്കിയാൽ വെടിയുണ്ടകൾ ചീറിപ്പാഞ്ഞു വരും പല ദിശകളിൽ നിന്നും. താൻ എന്റെ മുമ്പിൽ എരിഞ്ഞമരും. വീട്ടുകാർക്ക് ചിതാഭസ്മം പോലും കിട്ടില്ല. അതെന്ത്? ചിതാഭസ്മം വെള്ളത്തിൽ കലക്കി കുടിക്കുവോ? ഞങ്ങൾ അധോലോകക്കാർ കോമഡി അധികം പ്രോത്സാഹിപ്പിക്കാറില്ല. ആരെങ്കിലും ഒരു കോമഡി പറഞ്ഞാൽ അവന്റെ ഒരു കൈ ഞങ്ങൾ വെട്ടും. 2 കോമഡി പറഞ്ഞാൽ 2 കൈയും വെട്ടും. 3 കോമഡി പറഞ്ഞാൽ വെട്ടാനുള്ള 3ാമത്തെ കൈ പുറത്തുനിന്ന് കൊണ്ടുവരുമായിരിക്കും. വരട്ടെ, ഞാൻ പറഞ്ഞിട്ട് മതി. ഇനി എന്റെ രോഗം ഭേദമാക്കാതെ താൻ മറ്റാരെയും ചികിത്സിക്കയില്ല. അതുവരെ ഇവിടുന്ന് പോവുകയില്ല. അയ്യോ, അങ്ങനെ പറയരുത്. ബാംഗ്ലൂർക്ക് പോകാൻ ഇന്നത്തെ ട്രെയിനിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുക. കോൺഫറൻസ് പോയില്ലെങ്കിൽ വേൾഡ് സൈക്കാട്രിസ്റ്റ് അസോസിയേഷനിലെ എന്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ആവും. എന്ന് മടങ്ങി വരും? ഏറിയാൽ ഒരു 3 ദിവസം. അപ്പൊ ട്രെയിൻ വേണ്ട കണ്ണപ്പാ. ഇയാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കൊടുക്കും. വേണമെന്നുണ്ടെങ്കിൽ കൈ ചെലവിന് ഒരു 10 ലക്ഷം രൂപയും കൊടുക്കും. ഹായ് അനു. വന്നിട്ട് ഒത്തിരി നേരമായോ? എന്തിനാ എഴുന്നേറ്റുന്നത്? ടു ഷോ റെസ്പെക്ട്. എനിക്ക് അത്ര ഇതും പ്രായമൊന്നുമില്ല. കം ഓൺ സിറ്റ്. 2 കാര്യങ്ങൾക്കാണ് ഞാനിപ്പോ ബാംഗ്ലൂരിൽ വന്നത്. ഒന്ന്, കുറച്ചു കാലം അല്ലെങ്കിൽ എന്നേക്കുമായി താമസിക്കാൻ ഇവിടെ ഒരു വീട് വേണം എനിക്ക്. കേരളത്തിലുള്ള ഒരുത്തനും വന്നെത്താൻ കഴിയാത്ത വനപ്രദേശമായാലും കുഴപ്പമില്ല, അങ്ങനെ ഒരു വീട്. 2, വേൾഡ് സൈക്കാട്രിസ്റ്റ് അസോസിയേഷനിലെ കൊടുക്കാനായിട്ട് എനിക്കൊരു തീസിസ് റെഡിയാക്കണം. അതിന് അനുവിന്റെ നല്ലൊരു ഹെൽപ്പ് എനിക്ക് വേണം. ഞാൻ എന്ത് ഹെൽപ്പ് ചെയ്യാൻ? എന്താ വിഷയം? വിഷയം ഒരു പൊടി. എന്റെ വിഷയം, ഒരാണും പെണ്ണും തമ്മിൽ വിവാഹം കഴിക്കുമ്പോൾ അവർ തമ്മിലുള്ള പ്രായ വ്യത്യാസം ഒരു വലിയ വിഷയമാണോ? എനിക്കതിനെ പറ്റി ഒന്നും അറിയില്ല. അറിയാനൊന്നുമില്ല, സ്വന്തം അഭിപ്രായം പറഞ്ഞാൽ മതി. അനുവിനെ ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞ ഒരാൾ അതിഗാഠമായി പ്രണയിക്കുകയാണ്. അയാൾ മിടുക്കനാണ്, വിദ്യാസമ്പന്നനാണ്, ഒരു പരിധിവരെ സുന്ദരനുമാണ്. അതിഗാഠമാണ് അയാളുടെ പ്രണയമെന്ന് ഓർക്കണം. അനു അയാളെ സ്വീകരിക്കുമോ? എനിക്ക് അങ്ങോട്ടും പ്രണയം തോന്നിയാലല്ലേ? ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ഒരു വീഴ്ച. എന്റെ അഭിപ്രായം ഞാൻ പറയട്ടെ. വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്ത അറിവും അനുഭവങ്ങളുമാണ് ഒരു നല്ല ഭർത്താവിന് വേണ്ടത്. കൊച്ചു പെൺകുട്ടിയായ ഭാര്യ അയാളുടെ കയ്യിൽ എന്നും സുരക്ഷിതയായിരിക്കും. ഈ ഇയർ റിംഗ്സ് അസലായിരിക്കുന്നു. എവിടുന്നാ വാങ്ങിയത്? ഡോക്ടർ, കംഫർട്ടബിൾ ആയിട്ടിരിക്കും, ഞാൻ ഇവിടെ ഇരിക്കാം. ഇപ്പൊ അനു എന്നെ ഡോക്ടർ എന്ന് വിളിച്ചില്ലേ? ആ വിളിയിൽ എന്തോ ഒരു അകൽച്ച ഫീൽ ചെയ്യുന്നു. പിന്നെ എന്ത് വിളിക്കും? എന്റെ പേര് ശാന്താറാം. ശാന്തേട്ടാ എന്ന് വിളിക്കാം. എന്റെ അമ്മൂമ്മയുടെ പേര് ശാന്ത എന്നായിരുന്നു. അതുകൊണ്ടൊരു ഫീമെയിൽ നെയിമായിട്ട് തോന്നുന്നു. ഡോക്ടർ വേണ്ടെങ്കിൽ അങ്കിൾ എന്ന് വിളിക്കാം. അങ്കിൾ വേണ്ട. ഇപ്പൊ ആരാ വിളിച്ചെന്നറിയോ? ഒരു അധോലോക ഗുണ്ട. ഡോക്ടറും ഗുണ്ടയുമായിട്ട്? അത് പറയാം. ആ ഗുണ്ട പിന്നെയും വിളിക്കുന്നു. ഇവരൊന്നും ഞാൻ ഭയപ്പെടുന്ന പ്രശ്നമില്ല. അനുവിന് ഞാൻ കാണിച്ചു തരാം.
എടാ ഭാർഗവ, നിന്റെ ഗുണ്ടായുസം ഡോക്ടർ ശാന്താറാമിന്റെ അടുത്ത് നടക്കില്ലടാ. അടിച്ച് നിന്റെ അണപ്പല്ല് ഞാൻ തെറിപ്പിക്കും. നീ ആരാന്നാടാ നിന്റെ വിചാരം? കുറെ ഇഡിയൻസിന്റെ കയ്യിൽ തോക്കും കൊടുത്ത് തെക്ക് വടക്ക് നടത്തിച്ചാ നീ വലിയ ആളാവൂടാ. ഡോക്ടർ ഇപ്പൊ എവിടെയാണ് ഉള്ളത്? ഡോക്ടർ അല്ല ഞാൻ, നിന്റെ കാലനാ. എങ്കിൽ കാലൻ എവിടെയാ ഉള്ളത്? പറയാൻ മനസ്സില്ലെങ്കിലോ? ഒന്ന് പറയൂ കാല. ധീരനായ അങ്ങയെ നേരിൽ കാണാനുള്ള ആഗ്രഹം കൊണ്ടാ. എനിക്ക് ആ കാലിൽ തൊട്ടൊന്ന് വന്നിക്കാനാ. ഓ, താനും ഇപ്പൊ കോമഡി തുടങ്ങിയോടോ? കോമഡി പറയുന്നവന്റെ കൈ വെട്ടുമെന്ന് പറഞ്ഞിട്ട് ഇനി നിന്റെ കൈ ഞാൻ വെട്ടോടാ. അയ്യോ, അങ്ങനെയൊന്നും ചെയ്തു കളയല്ലേ. അടിയനൊരു പാവമാണേ. അയ്യോ, കോൺഫറൻസ് എങ്ങനെ നടക്കുന്നു? ഉടനെ തീരുമോ? കോൺഫറൻസ് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളപ്പോ തീർക്കൂടാ. നീ ആരാ ചോദിക്കാൻ? ഏതാ അങ്ങയുടെ മുൻപിൽ ഒരു പെണ്ണിരിക്കുന്നത്? കോൺഫറൻസ് എന്ന് പറഞ്ഞ് മറ്റേ പരിപാടിക്ക് ഇറങ്ങിയിരിക്കുകയാണല്ലേ? ഭാർഗവൻ സാറ്. സാർ, ഇത് എന്റെ സിസ്റ്ററിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കന്റെ സിസ്റ്ററാണ്. അനു, ഇത് ഭാർഗവൻ സാറ് വലിയ മനുഷ്യനാ. കരണ്ട് ഭാർഗവൻ സാർ എന്ന് പറഞ്ഞ അറിയാത്ത ആരുമില്ല. അപ്പോ ഞങ്ങൾ പുറപ്പെടുകയാണ് അനു. പറ്റിയാൽ ഫോൺ വിളിക്കാം. ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോവാനുണ്ട്. എങ്കിൽ പുറപ്പെടാം ഭാർഗവൻ സാറേ. എല്ലാം അങ്ങയുടെ ഇഷ്ടം. നിന്റെ കുടലെടുക്കൂടാ വന്നിന്ന്. എല്ലാത്തിനും മാപ്പ്. നമുക്ക് ഇന്ന് തന്നെ ചികിത്സ തുടങ്ങാം. എന്നെ തെറി വിളിച്ച ആ നാക്ക് ഞാൻ ആദ്യം അരിഞ്ഞെടുക്കൂടാ റാസ്കൽ. എന്നിട്ട് മതി ചികിത്സ. ഞാൻ 1000 വട്ടം മാപ്പി വയ്ക്കുന്നു. എന്നെ ഉപദ്രവിക്കരുത്. പറയില്ല, വണ്ടി വേഗം വിട്ടേ. ചവിട്ടിവിട്, ചവിട്ടിവിട്. വലത്തോട്ട് പിടിക്കും, വലത്തോട്ട്.